ഹായ് ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതുണ്ടായിരുന്നു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് കറിവേപ്പില അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുന്നതാട്ടോ. അവിടെ ചെറിയ ചെറിയ തൈയാണ്, അപ്പോൾ അതിമന്ന് അങ്ങനെ എടുക്കാറില്ല, ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് തോനെ കൊടുന്നേക്കലാട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഇല്ലിയൊക്കെ ഊരിയിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 2 ആഴ്ച വരെയൊക്കെ നിൽക്കുന്നുണ്ടോ. അത് നല്ല തണുപ്പിലാണ് വെക്കരുത്, അടിയിൽ വേണ്ട വെക്കാൻ. കുറച്ച് മുകളിൽ വെച്ച് തണുപ്പ് കൂടുതലാണെങ്കിൽ ഇത് വേഗം ചീഞ്ഞ് പോകും. അപ്പോൾ ഇതിൽ നിന്ന് ഇല്ലിയൊക്കെ ഊരിയാണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും സുഖം തന്നെ ആയിക്കാരം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഊരി വെക്കുകയാണ്. അപ്പോൾ കറിവേപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു എളുപ്പമുണ്ട്. എല്ലാവർക്കും വേണമല്ലോ കറിവേപ്പ്, കറിക്കും മീൻ പൊരിച്ചിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പില തന്നെ ഉണക്കി പൊടിക്കുകയാണെങ്കിലൊക്കെ വെയിൽ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറ്റുണ്ടോ. അപ്പോൾ അത് മഴക്കാലമാണല്ലോ, അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഊരി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പമായിട്ട് തന്നെ എടുക്കാനൊക്കെ സുഖമാണ്. നല്ല അധികം തണുപ്പിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ അത് ഞാനിതിൻ്റെ മുന്നേ എടുത്ത കുറച്ച് വീഡിയോസ് ആട്ടോ. നമ്മൾ മക്കൾക്ക് കേങ്ങ് പൊരി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ, എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും, വേറെ ഒന്നും അത്ര ഇഷ്ടമല്ല. ഈ മക്കൾക്കൊക്കെ അങ്ങനെയാണല്ലോ, ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഈ കേങ്ങ് പൊരി അങ്ങനത്തെ പൊരിനോടൊക്കെയാണ് താല്പര്യം, ഭക്ഷണത്തിനോട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേങ്ങ് കേട്ടോ. അപ്പോൾ കുറേ കേങ്ങ് ഞാൻ മക്കളെ എത്ര പൊരിച്ചാലും മക്കളത് കഴിക്കും, പക്ഷേ ഒക്കെപ്പാടം പൊരിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണ്ടേ നിൽക്കുന്നുണ്ടോ, ഒരു 2 ആഴ്ച വരെയൊക്കെ ഇങ്ങനെ നിൽക്കും. ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പുതിയതിനേക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ആ വെള്ള പശയൊക്കെ പോയിട്ട് തന്നെ എന്താണാവോ നല്ലൊരു വെള്ള കളറായിട്ട് തന്നെ നല്ല ഒരു വാട്ടം ഇല്ലാതെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ കിഴങ്ങൊക്കെ കട്ട് ചെയ്തതോ അല്ലാതെ കട്ട് ചെയ്യാതെ തന്നെ തൊലി കളഞ്ഞതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങോട്ട് ഇട്ട് വെച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ മക്കൾക്കുള്ള കിഴങ്ങൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോ കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച ഒരു ദിവസത്തെ വീഡിയോ ആണ്. അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ കോഴിനെ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് വീട്ടിലത്തെ കോഴി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ തന്നെ അറുത്തിട്ട് തന്നെ അതിൻ്റെ ജോലിയൊക്കെ ആയിട്ട് രാവിലെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കലും പിന്നെ മിനിക്കുട്ടനാണെങ്കിൽ ഒരു ജോലിക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര തിരക്ക് തന്നെയാണ്. വലിയ മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാനൊക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടോ. മഴ ഇങ്ങനെ അടഞ്ഞ് നിന്നാൽ തന്നെ ഭയങ്കര ഒരു ഇതാണല്ലോ. എന്നും ഈ മഴനായ നമുക്കൊരു ഭയങ്കര ഒരു ഇടങ്ങേറ് പോലെയാണ്. അപ്പോൾ വെയിലിങ്ങനെ വെളിച്ചിങ്ങനെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. പിന്നെ ഓരോന്ന് പാക്കാക്കാനുള്ള വീട്ടിലേക്ക് പോകാൻ ഓരോന്ന് ഇങ്ങനെ പാക്കാക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പാക്കാക്കി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഗുളികയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായി. ഞാൻ ദിവസം കുളിക്കുന്ന അലർജി ഗുളിക ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. ആദ്യം തന്നെ ചിലപ്പോൾ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഒരു ദിവസം ഗുളിക അല്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസാട്ടോ. അപ്പോൾ അവിടെ തത്തമ്മയും പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ലവ് ബേർഡ്സ് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എമിനിക്കുട്ടന് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. അവിടെ അടുത്തത്തെ ഒരു വീട്ടിലാട്ടത്. അവിടെ എത്തിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പൂച്ചനെ കെട്ടിയിട്ടൊക്കെ കേട്ടോ, കാരണം അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ തെണ്ടിപ്പോകുന്നുണ്ടോ. അപ്പോൾ അതിനെ കെട്ടിയിട്ടൊക്കെ കേട്ടോ. അവന് മക്കളെ പോലെ നോക്കണം പൂച്ചയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.